ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്താൻ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ ബിജെപിയും കേരള കോൺഗ്രസ് എമ്മും ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. LPG-യുമായി ഹോർമൂസ് കടലിടുക്ക് കടന്ന ഇന്ത്യൻ കപ്പൽ ശിവാലിക് മുന്ദ്ര തുറമുഖത്തെത്തി. രാജ്യത്ത് മതിയായ അളവിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. വാർത്തകൾ വിശദമായി. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24-നാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഈ മാസം 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-നാണ്. കേരളത്തിന് പുറമെ അസം, പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും ഗോവ, കർണാടക, നാഗാലാന്റ്, ത്രിപുര ഉപതെരഞ്ഞെടുപ്പുകൾക്കും ഇന്ന് വിജ്ഞാപനമായി. അസമിലെ 126-ഉം കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ്. തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 23-ന് നടക്കും. പശ്ചിമ ബംഗാളിൽ ഏപ്രിൽ 23, 29 എന്നീ തീയതികളിലായി 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്താൻ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. അവധി ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തും. ഹരിതചട്ടം പാലിച്ചാകും തെരഞ്ഞെടുപ്പ്. പ്രചാരണവുമായി ബന്ധപ്പെട്ട അനുമതികൾ ലളിതമാക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും ശ്രീ ഖേൽക്കർ പറഞ്ഞു. സീറോ ടോളറൻസ് ടു എനി ഇലക്ട്രൽ മാൽ പ്രാക്ടീസ് ആയിരിക്കും ഈ പ്രാവശ്യം നമ്മൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനുടെ നൂതനമായിട്ടുള്ള ഒരു വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഈ പ്രാവശ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ എൻവയറമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രീൻ, ക്ലീൻ, റെസ്പോൺസിബിൾ ഇലക്ഷൻസ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷൻസ് ഫുള്ളി ആക്സസിബിൾ ആയിരിക്കണം. ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക് അടക്കം നമ്മുടെ എല്ലാ പോളിംഗ് സ്റ്റേഷൻസ് ആക്സസിബിൾ ആവണം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ചെലവ് നിരീക്ഷകർ നാളെ കേരളത്തിലെത്തും. തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ മറ്റന്നാളാണ് സംസ്ഥാനത്തെത്തുക. 20 എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ പ്രചാരണ വേളയിൽ പൂർണ്ണമായും സജ്ജമായി രംഗത്തുണ്ടാകും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് പിന്നാലെ ജില്ലാ കളക്ടർമാരുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ശ്രീ രത്തൻ യു ഖേൽക്കർ ഓൺലൈൻ യോഗം ചേർന്നു. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കണമെന്നും അതിർത്തി മേഖലയിൽ നിരീക്ഷണം കർശനമാക്കണമെന്നും അദ്ദേഹം യോഗത്തിൽ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 47 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ബിജെപി പുറത്തിറക്കി. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയും കഴക്കൂട്ടത്ത് വി മുരളീധരനും മത്സരിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യനും പാലക്കാട് ശോഭാ സുരേന്ദ്രനും മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനുമാണ് സ്ഥാനാർത്ഥികൾ. തൃശൂരിൽ പത്മജ വേണുഗോപാലും ഒറ്റപ്പാലത്ത് മേജർ രവിയും ജനവിധി തേടും. കേരള കോൺഗ്രസ് എമ്മും ഇന്ന് 12 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. പാലയിൽ ജോസ് കെ മാണിയും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും കാഞ്ഞിരപ്പള്ളിയിൽ എൻ ജയരാജും LDF-നായി മത്സരിക്കും. റാന്നിയിൽ പ്രമോദ് നാരായണനും ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിളും പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലുമാണ് സ്ഥാനാർത്ഥികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള NCP സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. LK ശശീന്ദ്രൻ ഏലത്തൂരിലും തോമസ് കെ തോമസ് കൂട്ടനാടും KT മുജീബ് മലപ്പുറത്തും LDF-നായി മത്സരിക്കും. RSP ലെനിനിസ്റ്റ് സ്ഥാനാർത്ഥിയായി കോവൂർ കുഞ്ഞുമോൻ കുന്നത്തൂരിൽ ജനവിധി തേടും. NDA ഘടകകക്ഷിയായ BDJS-ഉം ഇന്ന് 12 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി. CPIM ഇന്നലെ 81 പേരുടെയും CPI 25 പേരുടെയും പട്ടിക പുറത്തിറക്കിയിരുന്നു. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 2026-ലെ ധനവിനിയോഗ ബിൽ രാജ്യസഭ ഇന്ന് ചർച്ച ചെയ്തു. കഴിഞ്ഞ ആഴ്ച ലോക്സഭ ബിൽ പാസാക്കിയിരുന്നു. റെയിൽവേ ധനാഭ്യർത്ഥനകൾ സംബന്ധിച്ച ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് നടന്നു. LPG-യുമായി ഹോർമൂസ് കടലിടുക്ക് കടന്നെത്തിയ ഇന്ത്യൻ കപ്പൽ ശിവാലിക് ഇന്ന് വൈകുന്നേരത്തോടെ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തെത്തി. മറ്റൊരു ചരക്ക് കപ്പലായ നന്ദാദേവി നാളെ ഇന്ത്യൻ തീരത്തെത്തിച്ചേരുമെന്ന് തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ അറിയിച്ചു. UAE-യിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി പുറപ്പെട്ട ഇന്ത്യൻ കപ്പൽ ജഗ് ലാഡ്കി ഇന്ത്യയിലേക്ക് സുരക്ഷിതമായി യാത്ര തുടരുന്നതായി അദ്ദേഹം
ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയതല വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ നിന്ന് 550 ഇന്ത്യൻ പൌരന്മാർ കരമാർഗം ആർമേനിയയിലേക്കും 90 പേർ അസർബൈജാനിലേക്കും കടന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയാണ് ഈ യാത്രക്കാർക്ക് സൌകര്യമൊരുക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. These movements were facilitated by our embassy in Tehran. They helped them with visas as also with immigration formalities where required. In this group of 550 people, we also have 284 people who had gone to Iran on pilgrimage. These people are there right now in both these countries and would be returning in the next few days or so. Our embassy in Tehran over the last few days have also been able to relocate students who were outside Tehran to cities which are safer for them. രാജ്യത്ത് ആവശ്യമായ അളവിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാണെന്നും എല്ലാ റിഫൈനറികളും പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പെട്രോൾ പമ്പുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും എവിടെയും ഇന്ധനക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. രാജ്യത്തെ LPG ഉൽപാദനം 36% വർദ്ധിപ്പിച്ചു. വാണിജ്യേതര LPG സിലിണ്ടർ വിതരണം ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ആരംഭിച്ചതായും ശ്രീമതി സുജാത ശർമ്മ വ്യക്തമാക്കി. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയുന്നതിനായി പരിശോധനകൾ നടത്തിവരികയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. റംസാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും ഒരു LPG സിലിണ്ടർ അധികമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. 2 മാസത്തേക്ക് ഈ ക്രമീകരണം ഏർപ്പെടുത്താൻ എണ്ണ വിതരണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് കത്തിലെ ആവശ്യം. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ലെബനനിൽ കരയുദ്ധവും ഇറാനിൽ മിസൈൽ ആക്രമണവും തുടരുകയാണെന്ന് ഇസ്രായേൽ അറിയിച്ചു. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. സാധാരണ ജനങ്ങൾ നേരിടുന്ന മോശം സാഹചര്യം കണക്കിലെടുത്ത് UK £5 മില്യൺ അടിയന്തര സഹായം പ്രഖ്യാപിച്ചു. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിനെതിരെ പോരാട്ടം തുടരുമെന്ന് ഇറാൻ നിലപാട് ആവർത്തിച്ചു. വെടിനിർത്തലിന് താൽപര്യമില്ലെന്ന് വ്യക്തമാക്കിയ ഇറാൻ സെൻട്രൽ ഇസ്രായേലിൽ മിസൈൽ ആക്രമണം തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണക്കടത്ത് പുനരാരംഭിക്കാൻ സഖ്യകക്ഷികളുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കുകയാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ. വലിയ യുദ്ധത്തിലേക്ക് തങ്ങളില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കടലിടുക്ക് തുറക്കുന്നതിനായി യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രതികരണം. പ്രായോഗികമായ കൂട്ടായ പദ്ധതിയാണ് ബ്രിട്ടൻ ആഗ്രഹിക്കുന്നതെന്നും കിയർ സ്റ്റാർമർ വ്യക്തമാക്കി. 2020 ലോകകപ്പിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ക്രിക്കറ്റ് താരം സഞ്ജു സാംസണെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആദരിച്ചു. സഞ്ജുവിന്റെ കായിക നേട്ടങ്ങളെ അഭിനന്ദിച്ച ഗവർണർ അദ്ദേഹത്തിന് ഭാവിയിൽ കൂടുതൽ വിജയങ്ങൾ ആശംസിച്ചു. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ഗോവയെ നേരിടുന്നു. ആദ്യ പകുതി പിന്നിടുമ്പോൾ പഞ്ചാബ് ഏകപക്ഷീയമായ 1 ഗോളിന് മുന്നിലാണ്. ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 939 പോയിന്റ് ഉയർന്ന് 75,503-ലും നിഫ്റ്റി 258 പോയിന്റ് ഉയർന്ന് 23,409-ലും ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഇന്ന് ഉച്ചതിരിഞ്ഞ് വീണ്ടും കുറഞ്ഞു. പവന വില ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 1,15,440 രൂപയും ഗ്രാമിന് വില 14,430 രൂപയുമാണ്. ആഗോള വിപണിയിൽ ഇന്ന് ക്രൂഡ് ഓയിൽ വിലയിൽ സമ്മിശ്ര പ്രതികരണം. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് നേരിയ തോതിൽ ഉയർന്ന് $103, WTI ക്രൂഡ് ഓയിൽ ബാരലിന് 1% കുറഞ്ഞ് $97 എന്ന നിലയിലാണ് വ്യാപാരം നടന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ വീഡിയോ വാഹനങ്ങൾക്ക് അനുമതി നൽകുന്നതിനും മോട്ടോർ വാഹന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ ട്രാൻസ്പോർട്ട് നോഡൽ ഓഫീസറെ നിയമിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്താൻ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. BJPയും കേരള കോൺഗ്രസ് എമ്മും ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. LPGയുമായി ഹോർമൂസ് കടലിടുക്ക് കടന്ന ഇന്ത്യൻ കപ്പൽ ശിവാലിക് മുന്ദ്ര തുറമുഖത്തെത്തി. രാജ്യത്ത് മതിയായ അളവിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.